അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിക്കുകയാണ്. ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ്. ഇന്നലെ മിനിങ്ങാന്ന് വന്നത് കേട്ടോ. അപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് പോകും. അപ്പം ഇന്നൊരു വെറുതെ ഇരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നല്ല ഒരു പണിയില്ല. 7 മണി 7:30 ആയിട്ടാണ് നീച്ചത്. ഇനി പല്ല് തേക്കണം, ചായ കുടിക്കണം, അങ്ങനെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ചെക്കന് കഴിക്കാനൊക്കെ കൊടുത്തു. ഇനി ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ പല്ലേക്കണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേച്ചി എല്ലാം ഉണ്ടാക്കി വെച്ചെങ്കിൽ പോയി നോക്കണം. എനിക്ക് പുട്ടും കടലയാണ് എന്നാ തോന്നണത്. പുട്ടും കടലയും കഴിക്കാം. അങ്ങനെ എൻ്റെ പ്രഡിക്ഷൻ തെറ്റിയില്ല. അന്ന് പുട്ടും കടലേൻ്റെ ആയിരുന്നു കേട്ടോ. എന്നാലും ചേച്ചി പുട്ടുപൊടി വാങ്ങിക്കൊണ്ടണേന്ന് പറഞ്ഞ കേട്ടോണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. അങ്ങനെ എണിച്ച് പോയിട്ട് നല്ല പുട്ടും തേങ്ങ അരച്ച കടലക്കറിയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചായ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള കടലക്കറി കേട്ടോ. ചേച്ചി പിന്നെ എന്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മീൻകറി വെച്ചാൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേച്ചിയുടെ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് ചേച്ചി ഉള്ളൊക്കെ അടിച്ചോരിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ എല്ലായിടും ഒന്ന് തുടച്ചിട്ടു. ചേച്ചി കുട്ടികളെ പുറപ്പെടുവിക്കുക കേട്ടോ. 9:30 ആകുമ്പോഴാണ് അവരുടെ വണ്ടി വരിക. അപ്പോൾ അവരേനെ പുറപ്പെടുവിക്കുന്ന ഗ്യാപ്പിൽ ചേച്ചി ഒന്ന് അടിച്ചോരി തന്നു. അപ്പം ഞാൻ പോയിട്ട് എല്ലായിടമൊക്കെ ഒന്ന് തുടച്ചു. ഇന്നൊന്ന് ചെപ്പശ്ശേരി പോകണമെന്നുണ്ട്. എന്നാൽ വെച്ചാൽ രാവിലെ മുതൽ നല്ല മഴയുണ്ട്. മഴ പോയ ഗ്യാപ്പിൽ ഒന്ന് പോയി പറഞ്ഞെന്നുണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങാണ്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ പുറപ്പെടുവിച്ച് അവരുടെ വണ്ടി വന്നു. അങ്ങനെ അവർ പോയിട്ട് മഴയൊന്ന് തോർന്ന ഗ്യാപ്പിൽ ഞാനൊന്ന് പോയി പുറപ്പെട്ടിട്ടു. ഞാൻ ചേച്ചിയുടെ കുപ്പായിട്ടുണ്ട്. കോഴി കുപ്പായിട്ട മാതിരി ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ് എന്തോ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ചെപ്പശ്ശേരി പോയി. ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് എടുത്താണ് കേട്ടോ. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ട് പോയി വന്നിട്ട് പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വന്നിട്ട് ഇവിടെ നിറയെ ചെമ്പരത്തിയുടെ എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊന്ന് താളി വെച്ച് കുളിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കി കുളിക്കാൻ പോയപ്പോഴേക്കും ഒരു ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം തീരുമാനമായി, പീരീഡ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി 2 ദിവസത്തേക്ക് ഞാൻ ഭദ്രകാളിൻ്റെ മേൽ കയറുന്ന അവസ്ഥയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്തെ ചോറുണ്ടത് 3 മണി ആവാനായിട്ടാണ് കേട്ടോ. ചെപ്പശ്ശേരി പോയ സമയത്ത് ഒരു ചായയും പപ്സും കഴിച്ചു. അതോടുകൂടി വിശപ്പ് അങ്ങോട്ട് നിലച്ചു. പിന്നെ കുളി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. പിന്നെ ഇരുന്ന് ചോറുണ്ടു. ചോറും കടലപ്പേരിയും കോഴക്കപ്പേരിയും മീൻകറിയും അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞൊരു പ്രത്യേക വിശപ്പാവും. പിന്നെ താളിയൊക്കെ തേച്ച് കുളിച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങി പിന്നെ ഒന്ന് പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ. എടീ വെള്ളമൊക്കെ കെട്ടി കിടക്കാണ്, പോണില്ലല്ലേ? അന്ന് നമ്മൾ ഇതിനെ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തിട്ട് ഓടിയില്ലേ? ഇതെങ്ങനെ പോവുക? നമുക്ക് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. രാത്രിയായി, വൈകുന്നേരം ഒരു 5:30-6 മണിക്കായി. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം.